അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് യാ ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ്. വഅൻ ഉമ്മി സലമത റളിയല്ലാഹു അൻഹാ ഖാലത് ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ അബി സലമത ഫഖദ് ഷഖ ബസ്റഹു ഫഅഅലമഹു ثم قال إن الروح إذا قبض طبعه البصر فضج ناس من أهله فقال لا تدعوا على أنفسكم إلا بخير فإن الملائكة يؤمنون على ما تقولون ثم قال اللهم اغفر لأبي سلمة وارفع درجته في المهديين رواه مسلم. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ, ആമീൻ. ഒരു മയ്യത്ത് പ്രഥമ ദൃഷ്ട്യാ കാണുന്നൊരു വ്യക്തി ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ച് ഉമ്മു സലമത റളിയല്ലാഹു അൻഹായിൽ നിന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് നമ്മൾ സംസാരിച്ചു വന്നിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു എന്ന വിവരം അറിഞ്ഞപ്പോൾ അവിടെ കടന്നു ചെന്നപ്പോൾ കാണുന്ന കാഴ്ച വഖദ് ഷഖ ബസ്റഹു, അദ്ദേഹത്തിൻ്റെ കണ്ണ് തുറന്നു വെച്ച അവസ്ഥയിലായിരുന്നു. ഫഅഗ്മളഹു, അദ്ദേഹം ആ കണ്ണ് രണ്ടും അടച്ചു കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ന റൂഹ ഇദാ ഖുബിള, ഏതൊരു മനുഷ്യൻ്റെ ആകട്ടെ ജന്തു ജീവജാലങ്ങളുടെ ആകട്ടെ റൂഹ് പിടിക്കപ്പെട്ടാൽ ആ പിടിച്ച റൂഹ് വാനലോകത്തേക്ക് ഉയർന്നു പോവുകയും ആ റൂഹിലേക്ക് ആ ജന്തു ജീവി മനുഷ്യനാകട്ടെ കണ്ണും നട്ടിരിക്കുകയും ചെയ്യും. അത് ഇനി മൃഗങ്ങളായിരുന്നാലും അത് കാണാൻ കഴിയും എന്നതാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനാണല്ലോ. ആ വിവരം അവരോട് പറഞ്ഞപ്പോൾ ഫളജ്ജ നാസും മിൻ അഹ്ലി, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാർ വലിയ വായിൽ നിലവിളിക്കാൻ തുടങ്ങി. ഫഖാല ലാ തദ്ഉ അലാ അൻഫുസികും ഇല്ലാ ബിഖൈർ, അപ്പോൾ അതുകൊണ്ട് അത് മയ്യത്തിന് ദോഷകരമാണ് എന്നുള്ള നിലക്ക് നിങ്ങൾ നന്മയ്ക്ക് വേണ്ടിയാണ് ദുആ ചെയ്യേണ്ടത്, അല്ലാത്തതിനൊന്നും നിങ്ങൾ ദുആ ചെയ്യുകയോ ശബ്ദമുണ്ടാക്കുകയോ ആർത്തട്ടഹസിക്കുകയോ മാറുപിടിച്ച് വലിക്കുകയോ മറ്റ് പ്രാകൃതമായ കാലഘട്ടത്തിൽ ഒരു മയ്യത്തിൻ്റെ അരികിൽ ഉണ്ടാകുന്ന എന്തെല്ലാം ദുഷ്പ്രവണതകളുണ്ടോ അത് മുഴുവൻ ഇല്ലായ്മ ചെയ്യണം. നമ്മുടെ കേരളീയ സമൂഹത്തിൽ പല ആളുകളും വായ്പ കൊടുക്കും, കരയാൻ വേണ്ടിയിട്ട് മയ്യത്തിൻ്റെ അരികിൽ ഇരുന്നിട്ട് കരയാൻ വേണ്ടി ചില ആൾക്കാരെ വായ്പ കൊടുക്കുന്ന സമ്പ്രദായമുണ്ട്, ഇപ്പോഴും ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. ചില ഭാഗത്ത് അത് വലിയ ആഘോഷമായി തീരുന്നു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂൽ, നിങ്ങൾ എന്താണോ പറയുന്നത് ആ പറയുന്നതിന് മലായികത്തുകൾ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കും, അത് അള്ളാഹു സ്വീകരിക്കുമെന്നർത്ഥം. സുമ്മ ഖാൽ, അപ്പോൾ പിന്നെ അവിടെ എന്താ പറയേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നമ്മളൊക്കെ പറയാത്തത്, നമ്മൾ കേവലം എവിടെയെങ്കിലുമൊക്കെ ടെക്സ്റ്റിൽ അല്ലെങ്കിൽ മുമ്പിൽ ഉണ്ടാക്കിയിരുന്ന ആ കോപ്പിക്കേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതേ ഭാഗങ്ങൾ പറഞ്ഞിട്ട് ആ അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു എന്ന് തുടങ്ങി മയ്യത്ത് നിസ്കാരത്തിലെ പ്രാർത്ഥനയുടെ തലവാചകം നമുക്ക് ഓർമ്മ ഉണ്ടാവും. അതൊക്കെ മയ്യത്ത് മരിച്ചു എന്ന് കേട്ട് കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നൊരവസ്ഥ, അത് ടെക്സ്റ്റ് ചെയ്യുന്ന അവസ്ഥ. അത് മാറിയിട്ട് എവിടുന്ന് പ്രാർത്ഥിക്കണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് കാണാൻ ചെന്നാൽ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തതിന് ശേഷം ഇങ്ങനെയാണ് പറഞ്ഞത്, അല്ലാഹുമ്മ ഗഫിർ ലി അബീ സലമ. ആ നാട്ടിലുള്ള ഒരാളെന്നുള്ള നിലക്ക് ഒരാളുടെ പേരറിയെങ്കിൽ ആ പേര് പറഞ്ഞോളൂ, അല്ലാഹു ഇദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണേ എന്ന് പേരെടുത്ത് പ്രാർത്ഥിക്കുക എന്നാണ് പ്രവാചകചര്യയോട് ഏറ്റവും അഫ്ളലും അസ്ഹയുമായി ചേർന്ന് നിൽക്കുന്ന രൂപം. എന്നിട്ട് തീർന്നില്ല, വർഫ ദർജതഹു ഫിൽ മഹ്ദിയീന, നമ്മൾ പല ആൾക്കാരുടെയും ദർജ ഏറ്റിക്കൊടുക്കും റബ്ബേ, ദർജ ഏറ്റിക്കൊടുക്കും റബ്ബേ എന്ന് പറയപ്പോഴാ വലിയ വലിയ ആൾക്കാരൊക്കെ മരിച്ചാലും അല്ല, സാധാരണക്കാരനും ദർജ ഉണ്ട്. ആ ദർജ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് ദുആ ചെയ്യണം, അള്ളാഹുവേ ഇദ്ദേഹത്തിന് നീ ഏറ്റവും നല്ല ആളുകളുടെ കൂട്ടത്തിൽ, അതല്ലെങ്കിൽ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ സജ്ജനങ്ങളായ സന്മാർഗികളായ ആളുകളുടെ കൂട്ടത്തിൽ നീ ദറജ, അദ്ദേഹത്തിൻ്റെ പദവി നീ ഉയർത്തി കൊടുക്കണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. തീർന്നില്ല, ഇനിയുമുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ പഠിക്കാനും കേൾക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഏറ്റവും ചുരുങ്ങിയത് അല്ലാഹുമ്മ ഗഫിർ ലി തുടങ്ങി അദ്ദേഹത്തിൻ്റെ പേര്, അത് ആണാവട്ടെ പെണ്ണാവട്ടെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് മഗ്ഫിറത്തിനെ തേടുക എന്നുള്ളതാണ് മയ്യത്തിൻ്റെ അരികിലെത്തിയാൽ ഒരാൾ നിർവഹിക്കാനുള്ള പ്രഥമവും പ്രാധാന്യവുമുള്ള ബാധ്യത എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മാനുഷികമായി നമ്മിൽ വന്നുപോയ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തന്ന് അവ മറച്ചു വെച്ച് ഇരു ലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ. ആ തെറ്റുകളും തിന്മകളും നമ്മിൽ നിന്നും മായ്ച്ചു കളയുവാൻ ഉതകുന്ന നന്മകൾ ചെയ്യാൻ അവനവൻ
അവനവനെ കൊണ്ട് കഴിയുന്ന അമൽ സ്വാലിഹാത്തുകൾക്ക് അള്ളാഹു ശാരീരികമായും സാമ്പത്തികമായും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായി വീടുകളിലും ആശുപത്രികളിലും ഈ മജ്ലിസിലും കഴിയുന്ന മുഴുവൻ രോഗികൾക്കും ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫയും സമാധാനവും ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ മറ്റൊരാളുടെ സഹായം കൂടാതെ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താക്കത്തും ആഫിയത്തും അള്ളാഹു മരണം വരെ നിലനിർത്തി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീകളായി ജീവിക്കുവാനും മരണം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും മരണസമയത്ത് അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിക്കൊണ്ട് കണ്ണടയ്ക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു പ്രവിശാലമായ ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു എത്രയും പെട്ടെന്ന് ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എളുപ്പമാക്കി അള്ളാഹു അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സുദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.